ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ കുക്കറും മിക്സിയും മാത്രം ഉപയോഗിച്ച് ഒരു അടിപൊളി സീബ്ര സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഈ സൂപ്പർ സീബ്ര സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ ഒന്ന് തരിച്ചെടുക്കാം. അതിനുവേണ്ടി വെള്ളത്തിൻ്റെ ഒട്ടും അംശമില്ലാത്തൊരു ബൗളിന് മീതെ നമുക്കൊരു സ്റ്റെയിനർ വെച്ച് കൊടുക്കാം. 1.5 കപ്പ് അളവിലുള്ള മൈദയാണ് നമ്മൾ ഈ കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 1 കപ്പ് അളവിലുള്ള മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് തരിച്ചെടുക്കാം. 1 കപ്പ് അളവിലുള്ള മൈദ നമ്മൾ നന്നായിട്ട് തരിച്ചെടുത്തു. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് കൂടി ഈ സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തരിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ തരിച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മൾ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ടയും 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കോഴിമുട്ടയും പഞ്ചസാരയും കൂടി നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലെൻഡർ അടച്ച് വെച്ച് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പം നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് ബാറ്റർ ഈ ഒരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. എഗ് ബാറ്റർ മുഴുവനായിട്ടും ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് അളവിലുള്ള ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാവധാനം ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സിൽ നിന്നും പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ആദ്യം പകുതി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് തിരിച്ച് മിക്സ് ചെയ്തെടുക്കാൻ. പകുതി ഫ്ലോർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മിക്സ് മുഴുവനായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് വളരെ സോഫ്റ്റായി സമയം എടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഏകദേശം 3 മിനിറ്റ് സമയമെടുത്താണ് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബാറ്റർ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദ കൂടി തരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടുള്ള വെള്ളമോ അതല്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാലോ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കേക്ക് ബാറ്റർ നമ്മൾ 2 ബൗളിലേക്കായിട്ട് ഒരേപോലെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് വാനില ഫ്ലേവർ കിട്ടണം, ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ആക്കണം. അതിനു വേണ്ടിയാണ് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കൊക്കോ പൗഡർ കയ്യിലില്ലാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡറോ അതല്ലെങ്കിൽ ബൂസ്റ്റോ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ സെറ്റ് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് വെച്ച് കൊടുക്കാത്തത്. ഇനി നമുക്ക് കറക്റ്റ് അളവിൽ 2 ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് വാനില ഫ്ലേവർ തന്നെ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി അതേ അളവിൽ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
രണ്ട് ബാറ്ററും കഴിയുന്നത് വരെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ബാറ്റർ മുഴുവനായിട്ടും നമ്മൾ ഒഴിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ബാറ്ററും മുഴുവനായിട്ടും ഒഴിച്ച് തീർത്തു. ലാസ്റ്റ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്യാം. അതിനു വേണ്ടി ഒരു ഈർക്കിളോ അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കേക്ക് ബാറ്ററിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് ഒന്ന് ക്രോസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഓരോ തവണ നമ്മൾ വരയുമ്പോഴും നമ്മുടെ ഈ ടൂത്ത് പിക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ ടവലോ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരഞ്ഞെടുക്കുമ്പോൾ ശരിയാവില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഒരു സ്പൈഡർ നെറ്റ് പോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ നമ്മൾ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇതിൻ്റെ വെയിറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ഒരിക്കലും തുറന്നു നോക്കരുത്. അപ്പോൾ പിന്നെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. സീബ്ര കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. വാവ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറും മിക്സിയും മാത്രം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി സോഫ്റ്റ് സീബ്ര സ്പോഞ്ച് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.